بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أما بعد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ബുർദവരി 11 محلتني النصح لكن لست أسمعه إن المحب عن العذال في صممي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇമാം ബുസ്വരി തങ്ങൾ പറഞ്ഞത് എൻ്റെ അവസ്ഥ നിനക്ക് എത്തട്ടെ, എൻ്റെ രഹസ്യം അത് ഏഷണിക്കാരെ തൊട്ട് മറച്ചു വെക്കാൻ കഴിയുന്നതോ എൻ്റെ പ്രേമമാകുന്ന അസുഖം അത് മാറുന്നതൊന്നുമല്ല എന്ന് ഇമാം ബുസ്വരി തങ്ങൾ പറഞ്ഞു. അവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. അദത്തുക ഹാലിയ, എൻ്റെ അവസ്ഥ നിനക്കും വന്നു ഭവിക്കട്ടെ, നിനക്കും എത്തട്ടെ എന്ന് പറഞ്ഞല്ലോ. ഒരിക്കലും അത് കേടായി ദുആ ചെയ്യുകയല്ല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് അനുരാഗത്തിന്റെ ഉന്നതമായ സ്ഥാനത്താണുള്ളത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹബത്തിന്റെ ലോകത്താണുള്ളത്. ആ മഹബത്തിന്റെ ലോകത്തേക്ക് നിങ്ങളും എത്തട്ടെ. അപ്പോൾ ഇവിടെ സതുദ്ദേശപരമായ ദുആണ്. നീയും എന്താകട്ടെ ഉയരട്ടെ, നീയും പഠിച്ച് നല്ല ഉഷാറാകട്ടെ, നിനക്ക് നല്ല സമ്പത്ത് ഉണ്ടാകട്ടെ, നീയും വലിയ കോടീശ്വരനാകട്ടെ എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ. അല്ലാതെ എന്തല്ല, ഒരിക്കലും ഞാനോ കുടുങ്ങി ഇനി നീയും കുടുങ്ങട്ടെ എന്നുള്ള ചിന്തയല്ല. ഒരിക്കലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെതിരെ കേടായി ദുആ ചെയ്യാൻ പാടില്ല എന്നല്ലേ. അല്ലെ, എത്രത്തോളം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിച്ചവരെ അവരെ തിരിച്ചു പണി കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പം മുത്തുനബി ജിബ്രീലിനോട് പറഞ്ഞെന്താ, വേണ്ട ജിബ്രീൽ, പാവങ്ങളല്ലേ, സാധുക്കളല്ലേ, അവരെ ഏതെങ്കിലും ഒന്ന് നന്നായാൽ അതല്ലേ ഖൈറെന്നാണ്. അപ്പൊ വേദനിപ്പിച്ചവർക്ക് വരെ പുറത്തു കൊടുത്ത ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരാൾക്കെതിരെ കേടായി നമ്മളെ വേദനിപ്പിച്ച് പ്രയാസപ്പെടുത്തി അങ്ങേയറ്റം കഷ്ടപ്പെടുത്തി നശിച്ചു പോകട്ടെ, ഒരു കാലത്തും എന്തായാലും നന്നാകാൻ പാടില്ല. അക്കോലത്തിൽ തന്നെ എന്താക്കിയാണ് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, അവൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നൊരിക്കലും പറയരുത്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ സ്വന്തം മക്കൾ എന്തെങ്കിലും വലിയ തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരങ്ങ് ശപിച്ചു കളയുക. ഇനി ഒരു കാലത്തും നന്നാകരുത്, ഒരങ്ങനായി പോകട്ടെ, പോണ വഴിക്ക് വണ്ടി ഇടിച്ച് മരിക്കട്ടെ എന്ന് വരെ പറയുന്ന മാതാപിതാക്കളുണ്ട്. കാരണം ശ്രദ്ധിക്കേണ്ടത്, മാതാപിതാക്കളുടെ ദുആക്ക് ഇജാബത്തുണ്ട്. നാം ഏതെങ്കിലും ഒരു സമയത്ത് അവ നശിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ വാക്കാണ് റബ്ബ് സ്വീകരിച്ചതെങ്കിൽ, ആ ദുആക്കാണ് ഇജാബത്ത് കിട്ടിയതെങ്കിൽ, ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും ആ മക്കളെ കൊണ്ട് നമ്മൾ തന്നെ വിരല് കടിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും മാതാപിതാക്കൾ സ്വന്തം മക്കളെ ഒരു വിഷയത്തിന്റെ പേരിലും ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങിയങ്ങ് പോയി എന്നാ പോലും മക്കൾ നമ്മുടേത് തന്നെയാണ്. പോയത് വേറൊരുത്തൻ്റെ ഒപ്പമാണെങ്കിലും മക്കൾ നമ്മുടേത് തന്നെയാണ്. നാളെ ഒരുപക്ഷെ നമ്മുടെ കാലിന്റെ ചുവട്ടിലേക്ക് വരേണ്ട മക്കളാണ്. അപ്പൊ അവരെ ഒരിക്കലും ശപിച്ചു വിട്ട് കഴിഞ്ഞാലും അവർ നശിച്ചത് കൊണ്ട് നമുക്ക് എന്ത് നേട്ടാള്? അവർ കണ്ണീര് കുടിക്കുന്നത് കൊണ്ട് നമ്മൾ വീണ്ടും കണ്ണീര് കുടിക്കല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എത്ര വലിയ തെറ്റ് ചെയ്താലും ശപിക്കാൻ പാടില്ല, അവർക്കെതിരെ കേടായി ദുആ ചെയ്യാൻ പാടില്ല. കൂട്ടത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പൊ ഇവിടെ ദുആ എന്താണ്? കേടായിട്ടല്ല, അവിടെ നല്ല നിലക്കാണ് ദുആ ചെയ്തിട്ടുള്ളത്. ഇനി എന്താ ഇമാം ബുസ്വരി തങ്ങൾ പറയുന്നത്? محلتني النصح لكن لست أسمعه إن المحب عن العذال في صممي. محلتني നീ എന്നോട് ആത്മാർത്ഥത കാണിച്ചു. ഏത് വിഷയത്തിൽ? അന്നുസ്ഹ, ഉപദേശത്തിന്റെ കാര്യത്തിൽ. ലാക്കിൻ, പക്ഷേ, ലസ്തു, ഞാനായിരുന്നില്ല, അസ്മഉഹു, അത് കേൾക്കുന്നവനായിരുന്നില്ല. കാരണം ഇന്നൽ മുഹിബ്ബ, തീർച്ചയായും അനുരാഗി, അനിൽ ഉദ്ദാലി, ഏഷണിയെ തൊട്ട്, ഫീ സ്വമമി, ബധിരതയിലാണ്. അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇമാം ബുസ്വരി തങ്ങൾ പറയുന്നത്, മഹൽതനി, നീ എന്നോട് ആത്മാർത്ഥത കാണിച്ചു.
ഏത് വിഷയത്തിൽ? അന്നുസ്ഹ, ഉപദേശത്തിന്റെ കാര്യത്തിലും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ എന്താ ഉപദേശിക്കുന്നത്? എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? എന്തിനാ നിങ്ങളുടെ ശരീരം ഇങ്ങനെ നിങ്ങൾ എന്താണ് ശരീരം മെലിപ്പിക്കുന്നത്? ശരീരം ഇങ്ങനെ മെലിഞ്ഞു പോകുകയാണല്ലോ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എന്താക്കുക, നിങ്ങൾ ശരീരത്തെ നശിപ്പിക്കരുത്. നിങ്ങൾ ഇങ്ങനെ കരയല്ലേ, ആ കണ്ണിൽ നിന്ന് കണ്ണുനീര് ചോര കലർന്നിട്ട് വരുന്നുണ്ട്, കാണാൻ കഴിയുന്നില്ല. പ്ലീസ്, നിങ്ങൾ കരയാൻ പാടില്ല. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കേടുവരുത്താൻ പാടില്ല. ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണ്, അങ്ങേയറ്റത്തെ അല്ലെ, അങ്ങേയറ്റത്തെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഉപദേശിക്കുന്നത്. പക്ഷേ ലാക്കിൻ എന്ത് ചെയ്യാനാ? ലസ്തു അസ്മഉഹു, നിങ്ങൾ ചെയ്യുന്ന ഉപദേശമൊക്കെ വളരെ കൃത്യമാണ്, റെഡിയാണ്, എന്നോടുള്ള മഹബത്ത് കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്, ഞാൻ ഇല്ലാതായി പോകാൻ പാടില്ല എന്നുള്ള ആത്മാർത്ഥമായി കൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്നെ ഉപദേശിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. നിങ്ങളെ ഉപദേശമൊന്നും എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അതിന് കാരണമുണ്ട്, വെറുതെ അല്ല. എന്താ കാരണം? ഇന്നൽ മുഹിബ്ബ, തീർച്ചയായും അനുരാഗി, അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവർ, അങ്ങേയറ്റം പരസ്പരം സ്നേഹിക്കുന്നവർ, അനിൽ ഉദ്ദാൽ, ഉദ്ദാൽ എന്നാണ് ഏഷണിക്കാർ, ഏഷണിക്കാരെ തൊട്ട് ഫീ സ്വമമി, അവർ ബധിരരാണ്, അവർ ബധിരതയിലാണ്. കാരണം അവർ ജനങ്ങൾ മൊത്തം ഇവരെ ആക്ഷേപിക്കട്ടെ, ജനങ്ങൾ മൊത്തം കുറ്റപ്പെടുത്തട്ടെ, നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ? നമ്മൾ അതൊന്നും കേൾക്കണില്ല. അതിപ്പോൾ ഇന്നൊക്കെ നമുക്ക് ഇങ്ങനെ അല്ലെ, നമുക്കറിയില്ലേ, ഓരോരുത്തരും ഇങ്ങനെ പലതും ചെയ്ത് നടക്കുമ്പോൾ, പലതും അല്ലെ കൈയും പിടിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ കോളേജിലൊക്കെ ബസ് സ്റ്റോപ്പിലൊക്കെ നമുക്ക് പല കാഴ്ചകളും കാണാം. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്താ ഇപ്പൊ ഒരു അവസ്ഥ, പരസ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, ഒരു നാണമില്ലല്ലോ, ഒരു ഇതും ഇല്ലല്ലോ, മടിയില്ലല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. എന്ത് ചെയ്യാനാ? ഓരിപ്പം നമ്മളാ പറയുന്നത് കേൾക്കുന്ന ലോകത്തല്ല അവരുള്ളത്, അവരുടേതായ വേറൊരു ലോകത്താണുള്ളത്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഓരതൊന്നും മൈൻഡ് ചെയ്യൂല. അത് പോട്ടെ, അതതിൻ്റെ പാട്ടിനായിട്ട് പോട്ടെ എന്നല്ലാതെ അവരത് മൈൻഡ് ചെയ്യൂല. നിങ്ങൾ കാണാറില്ലേ, ട്രെയിൻ ഇടിച്ചു മരിച്ചു എന്ന് കേൾക്കാറുണ്ട്. ഈ ട്രെയിനിന്റെ ശബ്ദം എത്രമാത്രം നമ്മളെ ചെവി ഇങ്ങനെ പൊത്തിപ്പോവും. അത് ഓണടിക്കുമ്പോൾ തന്നെ ആ ശബ്ദം വല്ലാത്ത ശബ്ദമാണ്. പക്ഷെ എന്നിട്ടും റെയിൽ പാളത്തിൽ ചില ആളുകളൊക്കെ മരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? എന്തേ? അവരിങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് പോവുകയാണ്. ഈ വലിയ ശബ്ദം അവർ ചെവിയിലേക്ക് എത്തുന്നില്ല. അവർ വേറെ ഏതോ ഒരു ലോകത്ത് ഇങ്ങനെ അനുരാഗിയുമായി ഇങ്ങനെ സല്ലപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ആ ലോകത്താണ് ഉള്ളത്. അപ്പൊ ഈ വലിയ ട്രെയിനിന്റെ ശബ്ദം പോലും അവർ ചെവിയിലേക്ക് എത്തുന്നില്ല. കാരണം അവർ വേറെ ഏതോ ലോകത്താണ്. മോനെ, ഓണടിക്കുന്നതിന്റെ അർത്ഥം എന്താ? നീ മാറിക്കോ, അതപ്പം വണ്ടി വന്ന് ഇടിക്കുന്നു. ഓനതൊന്നും കേൾക്കുന്നില്ല. ഓൻ അതിനെ തൊട്ട് എന്താണ്? ഫീ സ്വമം, ഓൻ ബധിരതനാണ്, ഓൻ ബധിരതനായിരിക്കുകയാണ്, ഓൻ ബധിരതയിലാണ്, ഓനതൊന്നും കേൾക്കണില്ല. നമുക്ക് ബോധ്യപ്പെട്ടില്ല എത്ര അപകടങ്ങളെ കാണും. നമ്മളൊന്നും ചിന്തിക്കും, ട്രെയിൻ അതിൻ്റെയൊക്കെ ശബ്ദം ഞമ്മക്കടെ ചെവിക്കുണ്ട്. അപ്പുറത്ത് നിന്നാൽ തന്നെ നമുക്ക് എന്താവും, കുറെ അപ്പുറത്ത് നിന്നാൽ പോലും അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മളെ ചെവിയെ നമ്മൾ പൊത്താറുണ്ട്. എന്നിട്ട് റെയിൽ പാളത്തിൽ ഉണ്ടായിട്ട് ഓൻ ഇതെങ്ങനെ കേൾക്കാതായി പോയെന്ന് ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓൻ വേറെ ലോകത്താണ്. അപ്പൊ എന്നതുപോലെ ഇതിപ്പോ തിരിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പം ഇതുപോലെയാണ് അനുരാഗിയെ സംബന്ധിച്ച്, ഒരാൾ അങ്ങേയറ്റം മഹബത്ത് വെക്കുകയാണെങ്കിൽ, നമ്മൾ പറയില്ലേ, ഓന്റെ കോലം നോക്കിയ, ഇവളെ കോലം നോക്കിയ എന്താ പോള അവസ്ഥ, ഇവളെ ഇപ്പൊ ഓനക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഓനെ ഇപ്പൊ ഇവക്ക് കിട്ടിയത് എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. പക്ഷെ ഓർക്ക് അതൊന്നും ഒരു എവിടെ ഉണ്ടാവില്ല. കാരണം എന്താ? ഓര് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പൊ നിറവും കോലവും ജോലിയും മറ്റുള്ളൊന്നും ഓർക്കൊരു വിഷയമേ അല്ല. ഇനി ആരെയും പറഞ്ഞാലോ ഉൾക്കൊള്ളാൻ കഴിയും? അതും കഴിയൂല. അപ്പൊ സ്നേഹത്തിന്റെ ആ ഒരു ആയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയണം അങ്ങട്ടാണ് ഇങ്ങട്ടാണ്, ഓൻ അതാണ് ഇതാണ്, കഞ്ചാവാണ്, കള്ളാണ്, മറ്റേതാണ്, മറിച്ചാണെന്നും പറഞ്ഞാലും ഇതൊന്നും ചെവി കയറൂല. അതുകൊണ്ടാണ് അല്ലെ, അതൊക്കെ നമുക്ക് എത്രയോ പിന്നെ അവസാനം കൗൺസിലിംഗ് സെന്ററിലൊക്കെ കൊണ്ടുപോയി അവിടുന്ന് പിന്നെ മയക്കിയെടുക്കല വേറെ. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്കൊക്കെയാണ് എത്തുന്നത്. എന്തുകൊണ്ടാണ്? അതാ സ്നേഹത്തിന്റെ കാഠിന്യം കൊണ്ടാണ്. അത് വേറെ നമ്മൾ പറഞ്ഞിട്ട് കാര്യം. ഇത് ഇത്രയും പറഞ്ഞത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി, ബോധ്യപ്പെടാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇത് ഭൗതികമായതാണ്, ഇത് ആത്മീയമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്താണ് ഇമാം ബൂസൂരി തങ്ങൾ കാണിക്കുന്നത്. ആ മഹബത്താണ് നമ്മുടെ ഹൃദയത്തിലും വേണ്ടത്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വിഷയമുണ്ട്, ഹുബ്ബുക ശൈഅ യുഅമി വയുസിമ്മു. ഒരു വസ്തുവിനോട് നിനക്കുള്ള അടങ്ങാത്തൊരു സ്നേഹം, ഹുബ്ബുക്കശയ, ഒരു വസ്തുവിനോടുള്ള നിന്റെ മഹബത്ത് എന്താണ്, വല്ലാത്ത പ്രിയമുണ്ട് ആ വസ്തുവിനോട്, എങ്കിൽ യുഅമി വയുസിം, അത് നിന്നെ
അന്ധനും ബധിരനുമാക്കുന്ന, ഒരു വസ്തുവിനോടുള്ള അടങ്ങാത്ത സ്നേഹം അത് നമ്മളെ പിന്നെ കണ്ണ് കാഴ്ചയില്ലാത്തവനും ചെവി കേൾക്കാത്തവനുമാക്കി മാറ്റും. നമ്മൾ പറയാറുണ്ടല്ലോ അല്ലെ, പ്രേമം തലക്ക് പിടിച്ചാൽ പ്രേമത്തിന് എന്തില്ല, കണ്ണുമില്ല കാതുമില്ല എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ കാണേണ്ട പലതും അവർ കാണുന്നില്ല, കേൾക്കേണ്ട പലതും അവരെന്താക്കുന്നില്ല, കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് കാണേണ്ട പലതും കാണാത്തത് കൊണ്ടാണ് പല അപകടങ്ങളിൽ അവർ പെട്ടുപോകുന്നത്. കേൾക്കേണ്ട പലതും കേൾക്കാത്തത് കൊണ്ടാണ് അവരെന്താകുന്നത്, പല പ്രയാസത്തിലും പെട്ടുപോകുന്നത്. അപ്പം അത് മുത്തനബി പറഞ്ഞൊരു ഹദീസാണ്. ആ ഒരു ഹദീസിൽ നിന്ന് തന്നെ ആകണം ഇമാം ബൂസരി തങ്ങൾ ഈ ബൈത്ത് എടുത്തിട്ടുണ്ടാകുക. ഹുബ്ബുക ശൈഅ യുഅമി വയുസിം, ഒരു വസ്തുവിനോടുള്ള നിന്റെ മഹബത്ത്, സ്നേഹം, അതിനെ അന്ധനും ബധിരനും ആക്കി കളയും. എത്രയോ ശരിയാണ്. നമുക്കതൊക്കെ ഇങ്ങനെ ഈ കാലത്ത് ഇപ്പൊ കൂടുതലൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഏതായാലും ഇമാം ബുസ്രി തങ്ങൾ പറയുന്നു, ഇന്നൽ മുഹിബ്ബ അനിൽ ഉദ്ദാലി ഫീ സമമീം. അപ്പം നീ എന്നോട് ആത്മാർത്ഥമായി തന്നെയാണ് എന്നെ ഉപദേശിച്ചത്, പക്ഷേ ഞാൻ അതൊന്നും കേൾക്കുന്നവനായിരുന്നില്ല. എന്തുകൊണ്ടാ? ഞാൻ ഇന്നൽ മുഹിബ്ബ, തീർച്ചയായും അനുരാഗിയെ സംബന്ധിച്ചിടത്തോളം, അനിൽ ഉദ്ദാലി, ഏഷണിക്കാര്, നാട്ടുകാർ എന്ത് പറയട്ടെ അല്ലെ. ഈ കാലത്ത് ഈ സമയത്ത് മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് ഓരിങ്ങനെ എന്തൊക്കെ പോസ്റ്റർ കൊണ്ടുവന്നാലും ഏതൊക്കെ കിതാബ് കൊണ്ടുവന്നാലും നമ്മൾ ഓരോ ഭരണ കേട്ട് നമ്മൾ മൗലിദ് നിർത്തുവോ? ഇല്ല. നമ്മൾ മാല തൂക്കുന്നത് നിർത്തുവോ? ഇല്ല. നമ്മൾ ഒന്നും കൂടെ ഉഷാറായിട്ട് മൗലിദ് ആഘോഷിക്കും, ഒന്നും കൂടെ ഉഷാറായിട്ട് മാല എന്താക്കും, കഴിഞ്ഞ കൊല്ലത്തെക്കാളും ഒന്നും കൂടെ രണ്ടെണ്ണം അധികം വാങ്ങി എന്താക്കും, തൂക്കും. കഴിഞ്ഞ കൊല്ലം 10 ആളെ വിളിച്ചിട്ടാണെങ്കിൽ ഇക്കൊല്ലം ഇൻഷാ അല്ലാഹ് ഒരു 10 ആളും കൂടെ കൂട്ടിയിട്ട് ആ മൗലിദിന്റെ സദസ്സ് വിപുലമാക്കും. അപ്പം അവരെന്തോ പറയട്ടെ, എങ്ങനെ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും തെളിവില്ലാന്നോ, ഇനി മുത്തനബി ചെയ്തിട്ടില്ലാന്നോ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചെയ്തിട്ടില്ലാന്നോ, എന്ത് പറയട്ടെ, എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പ്രസംഗിച്ചാലും ഫീ സ്വമം, അതൊന്നും നമ്മൾ കേൾക്കൂല. നമ്മൾ അതിനെ തൊട്ടൊക്കെ ബധിരതരാണ്. അതിനെ തൊട്ടൊക്കെ നമ്മളെന്താണ്, നമ്മൾ ബധിരതയിൽ ആണുള്ളത്. നമുക്ക് എന്താ അവരോട് പറയാം, അവരിനെന്തും പറഞ്ഞോട്ടെ. അപ്പൊ നമ്മൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരാണ്, മഹബത്ത് വെക്കുന്നവരാണ്. പിന്നെ മഹബത്തിന് എന്തിന്റെ ആവശ്യമില്ല, തെളിവിന്റെ ആവശ്യമുണ്ടോ? ഒരാളെ സ്നേഹിക്കണമെങ്കിൽ തെളിവ് വേണോ? എനിക്കിപ്പോൾ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ തെളിവ് വേണം. തെളിവുണ്ടായിട്ടാ സ്നേഹിക്കല്? അത് പൊട്ടത്തരല്ലേ. ഒരു വസ്തുവിനെ സ്നേഹിക്കണമെങ്കിൽ, ഒരാളെ സ്നേഹിക്കണമെങ്കിൽ അതിന് തെളിവിന്റെ ആവശ്യമുണ്ടോ? ആ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഉണ്ട്. അവിടെ ആരും തെളിവിന്റെ പിന്നാലെ പോകാറില്ല. സ്നേഹിക്കുന്ന ഒരാൾക്ക് പിന്നെന്താക്കി, നമ്മൾ സാധനം വാങ്ങിക്കൊടുത്തു, അതിപ്പോൾ തെളിവ് വേണോ? അങ്ങനെ സ്നേഹിക്കുന്ന ആൾക്ക് പിന്നെ ഒരു സാധനം വാങ്ങിക്കൊടുക്കാൻ പാടുണ്ടോ? അത് അതിന് തെളിവിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. സ്നേഹം എന്നത് അല്ലെ, അത് ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന മഹബത്ത് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതാണ് മൗലിദാഘോഷവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തും അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും. അതൊക്കെ മഹബത്തിൽ നിന്ന് ഉണ്ടാകുന്ന, അതിനിപ്പോൾ തെളിവിന്റെ ആവശ്യം ഇല്ല. അപ്പൊ അതേപ്പോ നമുക്ക് അവരോടും പറയാനുള്ളൂ. അപ്പൊ ഏതായാലും ഇമാം ബുസ്രി തങ്ങൾ പറഞ്ഞത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉള്ള ആ അനുരാഗം കാരണം നിങ്ങൾ എന്നോട് പറയുന്നതൊന്നും എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല, അത് കേൾക്കാൻ കഴിയുകയുമില്ല. കാരണം അനുരാഗിയുടെ അവസ്ഥ അങ്ങനെയാണ്. അല്ലാഹു തആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഇമാം ബുസ്രി തങ്ങളെ ബർക്കത്ത് കൊണ്ട്, ബുർദയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്കും ആ മുത്തുനബിയോട് കറ കളഞ്ഞ മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കുന്നതിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അല്ലാഹു തആല ഇന്ന് ദുനിയാവിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാനും തങ്ങളെ കാണാനും നാളെ ആ മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ കുടുംബസമേതം അല്ലാഹു നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله